എല്ലാവർക്കും സണ്ണി വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾ എല്ലാവരും പുള്ളി എന്നുള്ളൊരു പ്ലേസ് കേട്ടിട്ടില്ലേ? അതേപോലൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പുള്ളിനെ പോലെ അല്ലെങ്കിൽ പുള്ളിനേക്കാൾ മനോഹരമായൊരു സ്ഥലമാണത്. ഇതൊരു കോൾപ്പാടാണ്, നമ്മുടെ പുള്ളും ഒരു കോൾപ്പാടാണ്, അതേപോലെ തന്നെ ഒരു കോൾപ്പാടാണത്. പക്ഷെ ഒരു എന്താ പറയുക, അതിമനോഹരമായിട്ട് ഒരുപാട് വ്യൂസ് ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് ഇതിലൊന്ന് പോയി നോക്കാം, എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നൊന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ബാ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലം. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഏക്കർ കണക്കിന് ഒരു നെൽപ്പാടത്തിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ പുറകിലായിട്ട് ഇപ്പോൾ ഒരു കനാലുണ്ട്. ഇത് ഏനമാവ് ബണ്ടിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു കനാലാണത്. ഇതിലൂടെയാണ് നമുക്ക് ഈ ഒരു പാടത്തേക്കുള്ള കംപ്ലീറ്റ് വെള്ളവും കിട്ടുന്നത്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയും ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മളിപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നമ്മൾ ഇവിടേക്ക് വന്നു. ഇവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ എത്തിയപ്പോൾ ഇതൊരു പാലവും ഇവിടെ നിന്ന് ഒരു കണക്ഷൻ റോഡുണ്ട്. ഇപ്പോൾ ഈ റോഡ് പോകുന്നത് ഏനമാവ് ബണ്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. നമ്മളവിടെ നിന്ന് വന്നിട്ടുള്ളത് കാഞ്ഞാണി റൂട്ടിൽ വന്നിട്ട് കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിൻ്റെ തൊട്ട് മുമ്പൊരു വഴിയുണ്ട് ലെഫ്റ്റിലോട്ട്. അതിലങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താം. ഈ റോഡ് നമുക്ക് ചെന്ന് എത്തിക്കുന്നത് ഏനമാവ് ബണ്ടിലാണ്. അവിടെ നിന്ന് നമുക്ക് പിന്നെ പാവറട്ടി റോഡാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഏനമാവ് ബണ്ടിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞാലും അവർക്ക് ഇവിടെ എത്താം. ഒരു രക്ഷയില്ലാത്ത സ്ഥലമുണ്ടോ, അന്യായ ഫീലാണ്. നമ്മൾ രാവിലെ ഏകദേശം ഒരു 8 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. കാറ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. എന്താ പറയുക, ശക്തമായ കാറ്റുണ്ട്. അത് നമുക്ക് നല്ല തണുപ്പും ഒരു പ്രത്യേക ഫീലുള്ളൊരു കാറ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു രക്ഷയില്ല. നമ്മളെ അങ്ങറ്റത്ത് കാണുന്നതാണ് ഏനമാവ് ബണ്ട്. അത് നമ്മളിപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കനാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ചില സ്ഥലത്ത് വെള്ളത്തിനൊരു നിറവ്യത്യാസം കണ്ടിട്ടുണ്ടോ, ഒരു കളർ ചേഞ്ച് കണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വളർന്നൊരു തരം പായലാണ്. ആ പായലിൻ്റെ പൂക്കൾക്ക് ഒരു ചുവപ്പ് കളറാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നമ്മൾ രാവിലെ വന്നാലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റായി തോന്നിട്ടില്ല. പക്ഷെ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരികയാണെങ്കിൽ, ശരിക്കും സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ അത് എന്താ പറയുക, നല്ല ചുവന്ന കളറായിരിക്കും. ആ ഒരു ഭാഗത്തെ വെള്ളം മാത്രം ഭയങ്കര ചുവപ്പ് കളറായിരിക്കും. അതിൻ്റെ പൂക്കളൊരു ചുവന്ന, അത് വെള്ളത്തിൻ്റെ അടിയിലാണ് ആ സാധനം വളരുന്നത്. ഇവിടെ എന്നാൽ കുറച്ച് കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അതിങ്ങനെ വിരിഞ്ഞിട്ടില്ല ആ പൂക്കൾ, കണ്ടോ? ഇങ്ങനെ ഇത് ഓരോ സ്ഥലത്തായിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വളരുന്നുണ്ട്. അതാണ് ആ ഒരു കളർ വ്യത്യാസം വരുന്നത്. ശരിക്കും ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരികയാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര രസമാണ് ആ ഒരു കാഴ്ച. സാധാരണ നമ്മൾ പുള്ളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ, റോഡിന് നടുവിലൂടെ ഒരു റോഡാണുള്ളത്. ആ റോഡിൽ കൂടെ നമുക്ക് വാഹനങ്ങൾ ഓടിച്ചു പോകാം, ആ ഒരു കാഴ്ചകൾ കാണാം. പക്ഷേ ഇവിടെ എങ്ങനെയാണെങ്കിൽ നമ്മൾ വാഹനങ്ങൾ കൊണ്ടുവരുന്ന റോഡ് പാടത്ത് നിന്നും ഏകദേശം ഒരു 4 അടി ഹൈറ്റിലാണ് ആ റോഡ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾക്ക് പാടത്തോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയാണത്. ഇവിടെ നിന്ന് കിലോമീറ്ററോളം നീണ്ടു കിടക്കുകയാണ് ഈ ഒരു റോഡ്. നമുക്ക് അത്യാവശ്യം ഒരു കാറും ബൈക്കൊക്കെ കൊണ്ടുപോകാവുന്നൊരു വഴിയുണ്ട്. ഇതിലൂടെ ഒരു യാത്ര ഒരു ഗംഭീര അനുഭവമാണ്. കാരണം ആ ഒരു കാറ്റും അതുപോലെ ആ ചുറ്റുള്ളൊരു പച്ചപ്പൊക്കെ കണ്ടിട്ട് പോകാനായിട്ടുള്ളൊരു ഗംഭീര യാത്രയാണത്. ഒരു 8 കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു അടിപൊളി റൈഡ് കിട്ടും ഈ ഒരു സ്ഥലത്ത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ചുറ്റും മലകളൊക്കെ കാണാൻ പറ്റും. തൃശ്ശൂർ ബോർഡറുള്ള മലകളായിരിക്കും അത് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ ശോഭ സിറ്റി മാള്, അത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ദൂരക്കാഴ്ച കിട്ടും. പിന്നെ അതുപോലെ എന്താ പറയുക, ഒരു സീനറി നിങ്ങൾ കണ്ടില്ലേ, എന്താ രസം. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ച നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മൾ ആ പാടത്തേക്ക് ഇറങ്ങി നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്.
കണ്ട കാറ്റ് വരുമ്പോൾ ശരിക്കും പുഴയിലെ ആ ഒരു ഓളങ്ങൾ ഉണ്ടാവില്ലേ വെള്ളത്തിൽ, അതേപോലെ ആ നെൽക്കതിരുകൾ ഇങ്ങനെ ആടുകയാണ്. എന്ത് രസമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ദാ എൻ്റെ ഈ പുറകിലുള്ളതാണ് ഏനമാവ് ബണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരുപാട് പഞ്ചായത്തുകൾക്ക് വെള്ളം പോകുന്നത്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പോകുന്നത് ഈ ഒരു ബണ്ടിൽ നിന്നാണ്. ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു കടൽ പോലെയായിരുന്നു. ഇവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നു, വെള്ളം മാത്രമായിരുന്നു. ഈ ബണ്ടൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഷട്ടറൊക്കെ ഇതായതാണ് അവിടെ. ഇതാണ് അപ്പോൾ ആ ഒരു ഏനമാവ് ബണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് ഇവിടെ നിന്ന് ഇനി പോകാനുള്ളത്, ഇനി നമ്മൾ പോകുന്ന സ്ഥലം പുഴയാണ്. അതായത് ഈ ഏനമാവ് ബണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം ചെന്ന് കയറുന്നത് പുഴയിലേക്കാണ്. തൃപ്രയാർ കനോലി കനാൽ ആ ഭാഗത്തേക്കാണ് ഈ വെള്ളം ചെന്ന് കയറുന്നത്. അവിടെ പോകുമ്പോൾ നമുക്കൊരു തൂക്കുപാലുണ്ട്. തൂക്കുപാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇരുമ്പ് പാലാണ്, പുഴയ്ക്ക് കുറുകെയുള്ളൊരു ഇരുമ്പ് പാലാണ്. നമുക്ക് അതൊന്ന് കാണാം, എന്താ സംഭവം എന്നൊന്ന് നോക്കണം. ഞാനും കണ്ടിട്ടില്ല, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം, ഏനമാവ് ബണ്ട്. ഇവിടെ നമുക്ക് കുളിക്കാനുള്ളൊരു ചെറിയ കടവൊക്കെ ഒരു റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് കുളിക്കാം. അങ്ങനെ നമ്മൾ ഏനമാവ് ബണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ മാസ്ക് വരാൻ പറ്റില്ല, നമ്മളത്രയും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, തീരെ തിരക്കുണ്ടായിരുന്നില്ല. അത്രയും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ മാസ്ക് ഒക്കെ ഊരാറുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മാസ്ക് വരാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ കാണാനായിട്ട് ഒരു ഒന്നൊന്നര സംഭവങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു ബണ്ടിൻ്റെ ഒരു പ്രത്യേകതകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബണ്ടിൻ്റെ ഷട്ടറിൻ്റെ ചെയിൻ നിങ്ങൾ കണ്ടോ? എൻ്റെ പൊന്നു എന്മാതിരി സൈസാന്ന് നോക്കിയേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ചെയിനൊക്കെ കാണുന്നത്. നമ്മളെ മെയിൻ ഡാമിൻ്റെ ഒക്കെ ചിലപ്പോൾ ഇതിനും വലുതായിരിക്കും, പക്ഷേ അതൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് നമ്മളെ വിടില്ലല്ലോ. അയ്യോ എന്ത് വലുതാ. ഈ ഒരു ബണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ഇത് നിർമ്മിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെയുള്ള ആ ശുദ്ധജലം ചേറ്റുവ കായലിലേക്കാണ് പോയി കൂടിച്ചേരുന്നത്. അപ്പോൾ ആ കായലിലുള്ള ഉപ്പുവെള്ളമായിട്ട് മിക്സ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഉപ്പുവെള്ളം മിക്സായി കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അന്ന് കാലത്ത് ഈ ഒരു ബണ്ട് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബണ്ടിൻ്റെ പ്രത്യേകതകൾ, ഈ ഒരു ബണ്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്നത് ആ ഒരു പാലം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇരുമ്പ് പാലം, അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ യാത്ര ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. നമ്മൾക്കിവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ, ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പക്ഷേ നിലവിൽ അതിപ്പോൾ അടച്ചിരിക്കുകയാണ്. കോവിഡിൻ്റെ പ്രശ്നം വന്നപ്പോൾ അടച്ചു. ഇപ്പോൾ അവർ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കായൽ തീരത്ത് ഒരു കുഞ്ഞി പാർക്കൊക്കെ ഒരു രസാധ്യ സംഭവം തന്നെയാണ്. ഇപ്പോൾ നവീകരണത്തിൻ്റെ ഒരു സമയമാണത്, പണി നടന്നുകൊണ്ടിരിക്കും. അതേ കാണട്ടോ നമ്മൾ പറഞ്ഞ പാലം. യാ മോനെ രക്ഷയില്ലാട്ട, അടിപൊളി. ഇവിടെ നിർത്തിക്കോ, നമുക്ക് നടന്നു പോയി നോക്കാം. അപ്പോൾ അതേ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ഒരു പാലം, കണ്ട. അതൊരു ഇരുമ്പ് പാലമാണ്, വളരെ ചെറുതാണ്. ചെറുതെന്ന് വെച്ചാൽ നമുക്ക് ബൈക്കൊക്കെ പോകുന്നുണ്ടായില്ല. നമുക്കൊന്ന് പോയി നോക്കാം. വാ. അത്യാവശ്യം ഒരു ബൈക്ക് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. 1.5 മീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. 117 മീറ്ററാണ് ഇതിൻ്റെ നീളം. 2.5 മീറ്റർ അടുത്ത് ഹൈറ്റ് വരുന്നുണ്ട്. ഉണ്ടോ? ഏകദേശം ഒരു 2 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ് വന്നിട്ടുള്ളത്. സംഭവം തന്നെ കേട്ടോ, നോക്കിയേ. അപ്പോൾ നമ്മളെ ഈ പാലം കാണാൻ വേണ്ടി വന്നതാണെങ്കിലും കൂടി നമുക്ക് വേറൊരു ബോണസും കൂടിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്ത് 2 ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ റിസോർട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറി നോക്കട്ടെ, എന്താ സംഭവം നോക്കാമല്ലോ. കണ്ടോ, അവിടെ 2 ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് പോയി നോക്കി. ഓക്കെ.
വണ്ടികൾ പോകുമ്പോൾ നമുക്ക് ഇത്തിരി പേടിയാവുന്നുണ്ട്. കാരണം ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ട്. പിന്നെ കാറ്റും കൂടി ആകുമ്പോഴേ നല്ല ഒരു ഇതുണ്ട്. അങ്ങനെ നമ്മൾ മറുകര എത്തിണ്ടേ. അങ്ങനെ നമ്മൾ മറുകര എത്തി നോക്കിയപ്പോൾ ഇവിടെ ഒരു കായലോരം എന്നിട്ട് റിസോർട്ടിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു അവിടത്തെയാന്ന് തോന്നുന്നുണ്ട് അവരുടെ ഹൗസ് ബോട്ട്. ഒന്ന് പോയി നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കായലോരം എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. അവരിപ്പോൾ തുടങ്ങിയിട്ടില്ല, സമയം ഒരു 9 മണി ആവുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കയറി നോക്കാം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. എവിടെയാണ് റിസപ്ഷൻ. ഇപ്പോൾ ഈ ഒരു സമയമായ കാരണം അവരാരും വന്നിട്ടൊന്നുമില്ല. ഇതൊരു കുഞ്ഞൊരു വീട് പോലെ പണിതിട്ടുണ്ട്. ഒരു ഓഫീസാണ് അവരുടെ. ഓഫീസ് കം ലഞ്ച് റൂമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. പിന്നെ 2 ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട്. ഇതാ നമ്മൾ വന്ന പാലം കണ്ടോ. ആ പാലത്തുമ്പോൾ നമ്മൾ കണ്ട റിസോർട്ടാണത്. അവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള ചെയർസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ. രണ്ട് ബോട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും ഇങ്ങനെ കയറി നോക്കാൻ വെറുതെ. ആഹാ, ഇതാ സ്റ്റിയറിങ് ബോട്ടിൻ്റെ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു ഹൗസ് ബോട്ടിലൊക്കെ കയറണത്. ഇതുവരെ അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. സീറ്റുകളൊക്കെ കണ്ടില്ലേ. ഇവിടെ ഇടാനുള്ള ഒരു സോഫയാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളത്. യാത്രക്കാർ വരുന്ന സമയത്ത് അവർ അറേഞ്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളെല്ലാതും ഇപ്പോൾ യാത്രക്കാർ കുറവായ കാരണം അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുപോലെ അപ്പർ ഡെക്ക് ഉണ്ട്, സ്റ്റെപ്പൊക്കെ ആയിട്ട്. ഏകദേശം കപ്പാസിറ്റി 8 പേരാണ് അപ്പർ ഡെക്കിൽ കപ്പാസിറ്റി അവർ പറയുന്നത്. ആഹാ, നമുക്ക് കിടന്നൊക്കെ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. ചെയർസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവരോട്. അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള ചേട്ടൻ, പണിക്കാരൻ ചേട്ടനാണ് നമുക്ക് തുറന്നു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാനേജർ വരുന്ന സമയത്ത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ വരാമെന്ന്. അപ്പോൾ നമ്മളിവിടുത്തെ മാനേജറെ വെയിറ്റ് ചെയ്ത് നോക്കി കുറച്ച് നേരം. പക്ഷേ ആൾ വന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ, വേറെ സ്റ്റാഫിനെ നമുക്ക് ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. 3 മണിക്കൂർ നേരത്തേക്ക് 7500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് 3 ട്രിപ്പാണ് വരുന്നത്. രാവിലെ 9 തൊട്ട് 12 വരെ, പിന്നെ 12 മണി തൊട്ട് 3 മണി വരെ, 3 മണി തൊട്ട് 6 മണി വരെ. 6 മണി വരെ അവർ ട്രിപ്പ് ചെയ്യുന്നുള്ളൂ. അതിൽ ഫുഡ് നമ്മൾക്ക് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, അതല്ലെങ്കിൽ അവർ തരും. പക്ഷെ അവർ തരുമ്പോൾ അതിന് എക്സ്ട്രാ ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം, അതായത് ചേറ്റുവ ഹാർബർ വരെയാണ് ഇവർ ട്രിപ്പ് പോകുന്നത്. ചേറ്റുവ ഹാർബർ വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വീണ്ടും. അപ്പോൾ അതിന് ഏകദേശം ഒരു 7500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വരിക. നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്. പിന്നെന്താ പറയുക, അടുത്തൊരു ബോട്ട് ഇവിടെ എടുക്കുന്നുണ്ട്, ഹൗസ് ബോട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അത് പോയിട്ട് ഇങ്ങനെ ടിങ് ടിങ് അടിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തണ്ടേ, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാനായിട്ട് ആ ഒരു ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.